ബുദ്ധിമുട്ട് അറിയാനൊക്കത്തുള്ളൂ. ചട്ടി ഇറുകി ശ്വാസം മുട്ടി പണ്ടാലോടങ്ങി. എന്താണ് അതിന്റെ ബടലിക്കാണോടാ ചെട്ടിയിട്ടിരിക്കുന്നത്? ഈശോ ഈശോ. എന്താ മക്കളെ? ഇയാള് പോകില്ലേ? മനസ്സാതി ദൈവത്തെ വിളിക്കാൻ ഈശോ സമ്മതിക്കത്തില്ലല്ലോ. എടാ സോളവ, നിന്റെ ചെട്ടി നനക്കാത്തതായിരുന്നല്ലേടാ. ഒരാഴ്ചത്തെ പഴക്കം. അയ്യോ, ചൊറിഞ്ഞ് പണ്ടാലോടങ്ങിയേ. ചൊറച്ചിന് വരുമ്പോ അപ്പച്ചൻ നിങ്ങൾ സ്റ്റൈലിൽ 4 ചുവടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. കാണുന്നവർ വിചാരിക്കും പുതിയ സ്റ്റൈലാണെന്ന്. ഞങ്ങൾ പോലീസുകാരി ഒരാഴ്ചയൊക്കെ യൂണിഫോം ഊരാതെ ഡ്യൂട്ടി നോക്കുന്നത് ഇങ്ങനെ. ചൊറുകുമ്പോഴും മാടി പിടിക്കണവൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ. അയ്യോ, ഇതുമായിട്ടൊരു വിധത്തിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. ഈ ടൈ കൂടി കെട്ടണമായിരുന്നു. ഇനി അതുകൊണ്ടാ ഈ പെടുത്തിയ പാടൊന്നും പോരല്ലേ. ഇതുകൂടി കെട്ടിയാലേ അകറ്റപ്പ് ശരിയാകത്തുള്ളൂ. ഞാനില്ലേ ചിരിച്ചോടി. അവറാന്റെ പുരുഷേറ്റങ്ങൾ നീ നിന്ന് ചിരിച്ചോ. എന്നാ പറഞ്ഞാലും ഇപ്പൊ നിങ്ങളെ കാണാൻ ഒരു ഗമയൊക്കെ ഉണ്ട് കേട്ടാ. ആ സാധനം കത്തിലോട്ട് താഴെ മുറുക്കം മേലില് മുറുക്ക. ശ്വാസം കുറച്ച് കൊല്ലാൻ പോണടാ ദുഷ്ട. ഇത്രയും പാട് വിടണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരേ ഒരു മകനെ പഠിപ്പിച്ച് ഞാൻ എഞ്ചിനീയറാക്കത്തില്ലായിരുന്നേ. കൊച്ചുങ്ങളെ, അവറാന്റെ മേലൊരു കണ്ണു വേണേ. ഇവനെ ഒറ്റക്ക് നിർത്തി ചൊങ്ങ് പോയി കളയരുത്. ആരെങ്കിലും പൊക്കിക്കൊണ്ടേ വെള്ളരി കണ്ടെത്തി നോക്കു ബുദ്ധിയായിട്ട് നിർത്തും. തിരിച്ചോടി. കർത്താവിനെ കുരിശെ കയറ്റിയപ്പോ യൂതമായി ഇരിച്ചതുപോലെ ഒന്ന് തിരിച്ചോ. തന്തങ്ങി വന്നേ. എന്റെ കഷ്ടകാല സമയത്തും ഇയാൾ എനിക്കിട്ട് താങ്ങിയിട്ടേ ഉള്ളൂ. 10-30 കൊല്ലമായി ചെലവിന് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണ തന്തേണ്. ഒന്ന് നടന്നു നോക്കിയേ. നടന്ന് ചൊറിച്ചിലിളക്കണമെന്നാണ് അവൻ പറയുന്നത്. അല്പം കഴിയുമ്പോ നമ്മൾ ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടോളൂ. നിന്റെ ജട്ടിയുമായിട്ട് ഈ ജമ്മം പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റത്തില്ലടാ. വിട്ടുകൊണ്ട് കിടന്ന് ചൊറിയുന്നവന്മാരെ സമ്മതിക്കണം. അപ്പച്ചന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അച്ഛനൊക്കെ ചെയ്യുന്നത്. എന്നാലും എന്റെ പൊന്നുപോലെ അവന്റെ ചെട്ടി നനച്ചിട്ട് ഒരാഴ്ചയായി. ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പച്ച. ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ അല്ലയോ. സോളവാ, നീ എന്റെ മകളെ അടിച്ചു മാറ്റിയത് ഞാൻ ക്ഷമിക്കുമ്പോ, പക്ഷേ ഇത് ഈ ജമ്മൻ ഞാൻ ക്ഷമിക്കത്തില്ല. ദുഷ്ട മനുഷ്യനെ ഒരു ഉപകാരം ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. പോയി തന്തങ്ങി വന്നേ. മകന്റെ കല്യാണാഘോഷത്തിന് പോകുമ്പോഴേ ആ ഓഡിറ്റോറിയത്തില് റെക്കോർഡ് സംഗീതം നമ്മുടെ ഉണ്ണി സൗണ്ടിന്റെ ബോക്സായിരിക്കും ഇരിക്കുന്നത്. വലിയ ബോക്സ് അട്ടിയിട്ട് വെച്ചിരിക്കല്ലേ. അതിന്റെ അടിയിൽ പോയി നിന്നോണം. ആരെങ്കിലും പവൻ വെച്ച് വിളിച്ചാലും അങ്ങോട്ട് പോകരുത്. എന്താണെന്ന് അറിയാമോ? അപ്പന്റെ വല്ലിലല്ലാതെ പോകുന്ന മറ്റേ സാധനം ഉണ്ട്. അവന്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഞാൻ അതിന്റെ മേലിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. മക്കളെ, ആ പെൺകൊച്ചിനെ കൂടി കൊണ്ടുവരാൻ മേലായിരുന്നു മകനെ. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചറിയാം. അയ്യോ, ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റിയ യോഗ്യത നമ്മുടെ വീട്ടിലില്ലല്ലേ. എന്നാലും അമ്മച്ചിയുടെ ഒരു ആഗ്രഹം പറഞ്ഞതാ. വീട് മോടി പിടിപ്പിക്കാൻ 5 ലക്ഷം രൂപയിൽ അന്തപ്പം തന്നത്. അതെ, രാത്രിക്ക് രാത്രി അത് വാങ്ങി തിരിച്ചു കൊടുക്കാൻ അപ്പച്ചൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കറിയാം. വാങ്ങ്, 10 ലക്ഷം രൂപയുണ്ട്. അപ്പച്ചൻ ആഗ്രഹിച്ച നിലയിൽ വീട് മോടി പിടിക്കണം. പോരാത്ത ഞാൻ എത്തിക്കും. ആക്രി അവരാന്റെ വീട് അത്യാവശ്യം ആർക്കും വന്ന് കയറാൻ പാകത്തിൽ നന്നാകണം. പിടിക്കപ്പച്ച. മക്കളെ, കൈകളിലും മനസ്സിലും ഒന്നും ഒതുങ്ങാത്ത സ്വപ്നങ്ങൾ പിടിപ്പിച്ച് നീ വെറുതെ അപ്പച്ചനെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേടാ. എന്റെ വിയർപ്പിന്റെയും ബുദ്ധിയുടെയും വില അപ്പച്ചൻ അവകാശപ്പെട്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതവും മോടി പിടിപ്പിക്കാനുള്ള ഞാൻ വിവാഹം ചെയ്തു എന്ന് കരുതി എന്റെ അപ്പനമ്മമാരെയും എന്റെ ഈ വീടും ഞാൻ വളർന്ന സാഹചര്യങ്ങളും അപ്പൻ എന്നെ വളർത്താൻ അനുവദിച്ച ത്യാഗവും എനിക്ക് മറക്കാൻ കഴിയുമോ? മറക്കുമോ ഞാൻ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്ന് കരുതി അത് വിളിച്ചു പറഞ്ഞു നടക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അതൊന്നും മറക്കാതിരിക്കുക എന്നതാ
ഒരു മകന്റെ കടമ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്നെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടേണ്ട കുട്ടാ. ഇന്നെന്റെ വിഭാഗ റിസപ്ഷനിൽ വ്യവസായ മന്ത്രി ഉൾപ്പെടെ IT രംഗത്തെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ VIP കൾ, ഒരുപാട് പേർ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഈ ഉയർച്ചയിൽ എനിക്ക് അപ്പച്ചന്റെയും അമ്മച്ചന്റെയും അനുഗ്രഹം വേണം. മക്കളെ, ഞങ്ങൾ ജീവിക്കുന്നതും ആയിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാ. 24 മണിക്കൂറും നിന്റെ നന്മയല്ലാതെ ഞങ്ങൾക്കൊക്കെ വേറെ എന്ത് വിചാരാണ് ഉള്ളത്? ഇന്നെന്റെ വിഭാഗ റിസപ്ഷനിൽ അപ്പച്ചനും അമ്മച്ചിയും വല്യപ്പച്ചനും പങ്കെടുക്കണം. അല്ല, അതൊക്കെ കാണണമെന്നും അതിനൊന്നും കൂടണമെന്നും ഞങ്ങൾ വല്ലാതെ അങ്ങോട്ട് ആഗ്രഹിച്ച്. എന്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കോടീശ്വരന്മാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇതെന്റെ അപ്പച്ചൻ, അമ്മച്ചി, വല്യപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നാണക്കേടാ. ആ മാനക്കേട് തൽക്കാലം വയ്യ. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ ഈ വിഭാഗത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനാൽ പങ്കെടുത്തില്ല എന്നെനിക്ക് പറയാൻ കഴിയും. എന്റെ മനസ്സ് നിങ്ങൾ അറിയണം. എന്നെ വെറുക്കരുത്, ശപിക്കരുത്. ഒന്നിനും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ എന്നെ അനുഗ്രഹിച്ച് യാത്രയായിരുന്നു. അമ്മച്ചി, എന്നമ്മോ, നിറഞ്ഞ മനസ്സോടെ നമ്മുടെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് കുരിശിട്ട് യാത്രയാക്കണി. വിതയ്ക്കാതെ കൊയ്യാതെ വിധി വന്നു വിളിക്കുന്നു, ചതിയുടെ കയത്തിലേക്കെറിയുന്നു. വിതയ്ക്കാതെ കൊയ്യാതെ വിധി വന്നു വിളിക്കുന്നു, ചതിയുടെ കയത്തിലേക്കെറിയുന്നു. ഇടനെഞ്ചു പൊട്ടുന്നു, കരൾ പിളർന്നൊഴുകുന്നു. ഈശോയെ, എന്റെ പുളിത്തോട്ടത്തിന്റെ മുമ്പ് എന്റെ കുഞ്ഞു വന്ന് നിൽക്കണ കണ്ടില്ലേ? വിട ചൊല്ലി മറയുന്നു സ്നേഹവാത്സല്യങ്ങൾ. പ്രാണന്റെ പ്രാണനായി കരുതിയതൊക്കെയും വീണപൂവെന്ന പോൽ ജീർണിച്ചു കരിയുന്നു. പ്രാണന്റെ പ്രാണനായി കരുതിയതൊക്കെയും വീണപൂവെന്ന പോൽ ജീർണിച്ചു കരിയുന്നു. ആത്മാവിലേക്കു വലിച്ചെറിഞ്ഞകലുന്നു ആക്രിവസ്തുക്കളായി പ്രിയമുള്ള സ്വപ്നങ്ങൾ. ആത്മാവിലേക്കു വലിച്ചെറിഞ്ഞകലുന്നു ആക്രിവസ്തുക്കളായി പ്രിയമുള്ള സ്വപ്നങ്ങൾ. ആകൃതി അവറായി എമ്മേ, ജനിച്ചതും ജീവിച്ചതും അങ്ങനെ ഒരാഗ്രഹത്തിന്റെ പേരായിരുന്നു പ്രിൻസ് എന്ന്. എന്നെ അതാക്കിയത് എന്റെ ഈശോയുടെ കൃപ, എന്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന. എന്റെ സ്നേഹത്തിനും അധ്വാനത്തിനും ഈ പണം ഒരു പരിഹാരമല്ല. മക്കളെടുത്തോ, നന്നായി വരും. അപ്പച്ചന്റെ മനസ്സ് എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. എന്റെ പൊന്നുമോനെ, നീ അകത്ത് പോയ തുറക്ക.
യോഗ്യതയില്ലാത്ത നാറികൾ. ഈശോയെ, ഇയാളൊന്നും പുൽത്തൊഴുത്തി തന്നാണോ? സങ്കടക്കൂടം കൊട്ടി പാടട്ടെ ഞാൻ, സർവ്വതും മറന്നൊന്നു കരയട്ടെ ഞാൻ. സങ്കടക്കൂടം കൊട്ടി പാടട്ടെ ഞാൻ,